നമ്മളെ മാഗി മച്ച എന്നെ വിളിച്ച് പ്രാങ്ക് ചെയ്തിരിക്കുന്നു സുഹൃത്തുക്കളെ. 2025 ഡിസംബർ 31 അവസാനമായിട്ട്, ഈ വർഷത്തെ തുടക്കവും അവസാനം എന്തെങ്കിലും വേണമല്ലോ. അപ്പൊ അവസാനമായിട്ട് മാഗിഞ്ചാണ്ട ക്ലബ് ഓഫ് എമ്മിൽ ഒരു കോൾ വന്നതിൽ വളരെ സന്തോഷം. പെട്ടെന്ന് പിടിച്ചു നിർത്തിയിട്ട് അവരുടെ അടുത്ത് ഡാൻസ് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ് ഡാൻസ് അറിഞ്ഞൂടാത്തവർക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുത്ത് ആ വീഡിയോ ഷൂട്ട് ചെയ്ത് റീലാക്കി ആ വീഡിയോ വൈറലാക്കുന്ന ഒരു വ്യക്തിയാണ്, ട്രിവാൻഡ്രംകാരനാണ്. നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നതും അബിയെ ഞാൻ വിളിക്കാൻ പോവാണ്. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പ്രാങ്ക് ചെയ്ത് തുടങ്ങാം. ഹലോ, കണ്ടന്റ് തപ്പി നടക്കുകയാണോ? ആരാണ്? കണ്ടന്റ് തപ്പി നടക്കുകയാണോ? ആരാണ്? കണ്ടന്റ് തപ്പി നടക്കുകയാണോന്ന്? ഇല്ല. ഓക്കെ. ഞാൻ ഡാൻസ് വീഡിയോസ് കാണാറുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട്. എനിക്ക് കൂടെ കളിക്കണമെന്നുണ്ടായിരുന്നു. മീറ്റ് ചെയ്യാൻ പറ്റുമോ മാനവരും എവിടെങ്കിലും? ഞാന് ഇൻസ്റ്റയിൽ ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫോളോ ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരിയിൽ നിന്ന് മേടിച്ചതാണ്. മാഹിൻ മച്ചാൻ. അയ്യോ മാഗി മച്ചാൻ. അയ്യോ പറ. എവിടെ രാവിലെ? എവിടെ ചേട്ടാ? വീട്ടിലാട്ടാ. ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു 2025 വർഷം? ചേട്ടാ അടിപൊളിയായിരുന്നു. ആണോ? എങ്ങനെ അബിയുടെ ഇൻസ്റ്റാഗ്രാം വളർച്ചയ്ക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയോ? ഓ കുഴപ്പമില്ല, ഉണ്ടായിരുന്നു. 2025 സ്റ്റാർട്ട് ചെയ്തപ്പോ അബിയുടെ ഫോളോവേഴ്സ് എത്രയായിരുന്നു എന്ന് വല്ല ഓർമ്മ ഉണ്ടോ? എങ്ങനെ പോയാലും ഡാൻസ് ഞാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2 വർഷമായി ചേട്ടാ. അപ്പോഴേ 2025 ജനുവരി സ്റ്റാർട്ടിംഗ് ഒക്കെ ആയപ്പോ എങ്ങനെ പോയാലും എനിക്കൊരു 65-70 ആ ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നു. 70,000 ഫോളോവേഴ്സ് ആയിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ വർഷം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ 2024 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ശരി. അപ്പൊ അവിടെ നിന്ന് സ്റ്റാർട്ട് എന്ന് വെച്ചാൽ ഞാൻ ഒരു 1100 ഫോളോവേഴ്സിൽ നിന്നാണ് ഞാൻ ഈ ഡാൻസ് ഉള്ള സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. സൂപ്പർ. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇപ്പം കാടികൾ ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. പറഞ്ഞോണ്ടോ? 70,000 ഫോളോവേഴ്സ് തുടങ്ങി ഇപ്പൊ 2 ലക്ഷം പ്ലസ് ഫോളോവേഴ്സ് ആണ് ഉള്ളത് അബിക്ക്. അപ്പൊ 2025 സൂപ്പർ ഒരു കയറ്റം തന്നെയായിരുന്നു. മറക്കാനാവാത്ത അനുഭവങ്ങൾ 2025 ഒരു ഡാൻസർ എന്ന നിലയ്ക്ക് എന്താണ്? എനിക്ക് സത്യം പറഞ്ഞ ചേട്ടാ ഞാൻ പറയണമെന്നൊന്നും തോന്നില്ല. ഒരു കുഴപ്പമില്ല. നിങ്ങളെ കുറെ നാൾ തപ്പി നടന്ന ഒരാളാണ് ഞാൻ. എവിടെയെങ്കിലും വെച്ച് പറ്റിക്കണമെന്ന് വിചാരിച്ചോണ്ടിരുന്നു ഞാൻ. പക്ഷെ ഞാൻ അന്ന് സത്യം പറഞ്ഞ ഞങ്ങൾ ചേട്ടനായിട്ട് ഒരു ഡാൻസ് എടുത്ത് ഓർമ്മയുണ്ടായിരുന്നോ? അത് ഓർമ്മയുണ്ട്. അത് എന്നെ പഠിപ്പിച്ചു തന്നെ. അതെനിക്ക് ഭയങ്കര രസമായിട്ട് വന്നു. എന്റെ അമ്മയൊക്കെ ഭയങ്കര അഭിപ്രായം പറഞ്ഞു അതിന്. എന്റെ ഉമ്മ പറഞ്ഞ് എന്റെ മോനെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഡാൻസ് കളിച്ച് കാണണമെന്ന്, ഭയങ്കര ആഗ്രഹമായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അത് ഭയങ്കര എനിക്കൊരു അപ്രീസിയേഷൻ ആയിരുന്നു അത് ശരിക്കും ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോ. അപ്പം സംഭവം ഞാൻ ചേട്ടനെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണണമെങ്കിൽ വേറൊരു ഭാവത്തിൽ വന്ന് പറ്റിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കുറെ പ്ലാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പ്ലാൻ വരെ വരച്ചിട്ടുണ്ട് ചേട്ടനെ എവിടെയെങ്കിലും കിട്ടിയാൽ പറ്റിക്കും. പക്ഷെ അന്ന് പെട്ടെന്ന് വന്ന് ചാടിയെന്ന് ചേട്ടനെ ഫ്രണ്ടില്ല. ഇപ്പൊ ഒന്നും നടന്നില്ല. അപ്പൊ മറ്റേ ചേട്ടൻ എന്തായാലും അറിയാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഭയങ്കര സന്തോഷമായ ഒരു കാര്യമായിരുന്നു ചേട്ടനോട് ഡാൻസ് കളിക്കാൻ പറ്റിയത്. അടിപൊളി. ഇപ്പൊ ഏകദേശം എത്ര വീഡിയോസ് ചെയ്തിട്ടുണ്ട്? മോസ്റ്റ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ റീലുകൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സീരീസ് ഇപ്പൊ എല്ലാം കൂടെ കറക്റ്റ് 193 സീരീസ് ഞാൻ എടുത്തു. ആരെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ റോഡിൽ ഇറങ്ങി ഇപ്പൊ പല നമ്മള് വീഡിയോഗ്രാഫി കണ്ടിട്ടുണ്ട്, അതായത് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ ഞാനൊരു സ്ട്രീറ്റ് വീഡിയോഗ്രാഫറാണ്. സംഭവം ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജിസൻ സാവു എന്ന് പറഞ്ഞൊരു പയ്യ ഉണ്ടായിരുന്നു. അവൻ എറണാകുളത്ത്. അപ്പൊ ആ പുള്ളിയെ കണ്ടിട്ടാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ആദ്യം ഒരു സ്ട്രീറ്റ് വീഡിയോഗ്രാഫറായിട്ട് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോഴത്തേക്കും അത് ഒരു പയ്യ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ വെച്ചാൽ അത് ഇറങ്ങിയിട്ട് കാര്യമില്ലാന്ന് വെച്ചപ്പോ ആ സമയത്ത് ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഉണ്ടായിരുന്നു. അപ്പൊ ഡാൻസ് കളിക്കാനായിട്ട് ആരുമില്ല. അപ്പൊ പിന്നെ എനിക്ക് ഡാൻസ് കളിക്കുന്നത് ഭയങ്കര ആഗ്രഹം. ഞാൻ പ്രൊഫഷണൽ ഡാൻസർ ഒന്നും അല്ല, പക്ഷെ ഡാൻസ് കളിക്കാന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചോദിച്ചാൽ ഇങ്ങനെ എടുക്കാമോ എന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഇറങ്ങിയതാണ്. ഓക്കെ. അപ്പൊ എന്തായാലും അബി ഒരു കില്ലാടിയാണ് ഡാൻസിങ്ങില്. അപ്പൊ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അബി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അയ്യോ അതെങ്ങനെയാണ്? അബി JR എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ടൺ കണക്കിന് ഫൺ. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ആ ചേട്ടൻ വിളിച്ചെന്നെ പറ്റിച്ച് ഡാൻസ് കളിക്കുന്ന ഞാൻ ഇത് ആരിത് ഏത് ആന്റി വിളിക്കണത് ഇനി? അപ്പൊ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചായിരുന്നു. അപ്പം കൊള്ളായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും വിളിച്ചാൽ മാഗിൻ ചേട്ടാ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ ഗൈസ്, അപ്പം ഈ വർഷം ഡിസംബർ 31, 2025 ഇന്നിവിടെ തീരെയാണ്. അപ്പം നാളെ തൊട്ട് ഒരു പുതിയ വർഷം 2026 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഒരു വർഷം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ 2025 തീരെയാണ്. നാളെ തൊട്ട് 2026 സ്റ്റാർട്ട് ചെയ്യണം. നാളെ തൊട്ട് വെറൈറ്റി പല ഭാവങ്ങളിൽ പല ഞാൻ ഒന്നും പറയണില്ല, അതൊക്കെ നിങ്ങൾ വീഡിയോ വരുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ഇനിയും പുതിയ ഇതായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം
അബി. ബൈ ബൈ. അപ്പം ഈ വീഡിയോ ഫുള്ള് കേൾക്കണേ. ഓക്കെ ബൈ. ഞാൻ ഇത് റോട്ടിലൊന്നുമല്ല, വീട്ടിനകത്ത് കാറിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞോണ്ട് മച്ചാൻ ചേട്ടൻ വിളിച്ച് പറഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ കയറി കണ്ടതാണ്. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ ബൈ.